وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 214, 215 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത് ഇൻഷാ അല്ലാഹ്. 214-ാമത്തെ വചനം മുഴുവൻ വിശ്വാസികളോടുമുള്ള നമ്മുടെ സത്താവായ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ കർമ്മങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ കുറിച്ചിരിക്കേണ്ട, ആഴത്തിൽ പതിയേണ്ട ഒരു ചോദ്യം. അം ഹസിബത്തും, നിങ്ങളങ്ങ് വിചാരിക്കുകയാണോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങ് പ്രവേശിച്ച് കളയാം എന്ന് നിങ്ങൾ അങ്ങനെ വെറുതെ വിചാരിക്കുകയാണോ എന്നാണ് പഠിച്ചവൻ ചോദിക്കുന്നത്. പെട്ടെന്ന് ചുളിവിലങ്ങോട്ട് സ്വർഗത്ത് കിടക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, വലമ്മാ യഅതികും, നിങ്ങൾക്ക് വന്നെത്താതെ, മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞു പോയതുപോലെയുള്ളത് നിങ്ങൾക്കും വന്നെത്താതെ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരുപാട് അക്രമങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അനുഭവിക്കാതെ വെറുതെ അങ്ങോട്ട് സ്വർഗത്ത് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ, അവർക്കൊക്കെ ഒരുപാട് ദുരിതങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇതാരോടാണ് ആദ്യമായി ചോദിക്കുന്നത്? സഹാബത്തിനോടാണല്ലോ. അവരിലേക്കാണല്ലോ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ കഅബയുടെ സമീപത്ത് ഇരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയനായ
ഒരാളാണ്. ഒരടിമയായി വന്ന ഇസ്ലാമിൻ്റെ മഹാവെളിച്ചത്തിലേക്ക് കടന്നു വന്ന് പിന്നെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത വളരെ മഹാനായ ഒരു സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉടമ, അദ്ദേഹം നല്ലൊരു ഇരുമ്പ് പണിക്കാരനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടമ അദ്ദേഹത്തെ ഒരുപാട് പ്രയാസങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ ദണ്ഡുകൾ ഉപയോഗിച്ച് ഹബ്ബാബിൻ്റെ പുറംഭാഗത്ത് ഇങ്ങനെ ചൂടായിട്ട് അതിൽ നിന്നിങ്ങനെ ചലം ഇങ്ങനെ ഉതിർന്നു വന്നിരുന്നു എന്നാണ് തന്നെ പറഞ്ഞത്. എന്നിട്ട് പലപ്പോഴും ഈ തീ കെട്ടുപോകാറുള്ളത് ആ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീണ ആ ചലം ഉറ്റി വീണിട്ടാണ് തീ കെട്ടുപോയിരുന്നത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലെത്തിക്കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിയോട് ആവശ്യപ്പെടുന്നത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കിതിൽ നിന്നൊന്നും ഒരു മോചനമില്ല, ഞങ്ങൾക്ക് വേണ്ടിയൊന്നും അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ എന്നാണ്. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വചനവുമായി ഇറങ്ങുന്നത്. അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വെറുതെ സ്വർഗത്ത് കടക്കാമെന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞു പോയതുള്ള പോലെയുള്ള സംഭവങ്ങൾ, പീഡനങ്ങളും പ്രയാസങ്ങളും, അവർക്കൊക്കെ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്ത് പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിച്ച് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അവരുടെ ജീവിതം കടന്നുപോയി. അവരാകെ പിടിച്ച് കുലുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വസുൽസിലു, അവർ പിടിച്ചു കുലക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അവരിലേക്ക് അയക്കപ്പെട്ട ദൂതനും അവരുടെ കൂടെ ആ ദൂതൻ്റെ കൂടെ ആ റസൂലിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളും പറഞ്ഞു പോയി, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വന്നെത്തുക? ഇതിന് അല്ലാഹ് തന്നെ മറുപടി പറയുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം വളരെ സമീപസ്ഥമാണ്. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും, പക്ഷേ നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവിലെല്ലാം തവക്കുൽ ചെയ്യണം. ചെറിയ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊന്നും ബേജാറാവാതെ, പടച്ചവനിലുള്ള ഈമാൻ നഷ്ടപ്പെടുത്താതെ എല്ലാം പടച്ചവനിൽ തവക്കുൽ ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ, അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ എന്തൊക്കെ പ്രയാസങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക്. ചില പ്രവാചകന്മാർ അവരെ അവരുടെ സമൂഹം വലിയ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരമാസകലം തല മുതൽ കാല് വരെ ഇരുമ്പിൻ്റെ വലിയ ചീർപ്പുകൾ ഉപയോഗിച്ച് മാംസം വേറെയും എല്ല് വേറെയുമായി പച്ചയായ ജീവനുള്ള മനുഷ്യനെപ്പോൾ. എന്താണ് ഈ വിശ്വാസം, ഈമാൻ, തൗഹീദ് ഉൾക്കൊണ്ടു എന്നതിൻ്റെ പേരിൽ മാത്രം അവർ ഈ രൂപത്തിലൊക്കെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ വളരെ നിസ്സാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരും വിശ്വസിച്ച ആളുകളും ഈ സത്യവിശ്വാസം ഉൾക്കൊണ്ടു എന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളിൽ എഴുന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂറ അൽ അൻകബൂത്തിലെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമിൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ.
നിങ്ങൾ അങ്ങനെ വെറുതെ സ്വർഗത്ത് പ്രവേശിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളിൽ വലമ്മായലമില്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്നവർ? പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ക്ഷമിച്ച് ഈ ദീനിന് വേണ്ടി പ്രയത്നിക്കുന്നവർ ആരാണ്? വയലമസ്വാബിരീൻ, അവിടെയൊക്കെ ക്ഷമ കൈക്കൊണ്ട് ഈമാനോടുകൂടി മുന്നോട്ട് പോകുന്നവർ. ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെന്താ പടച്ചവനെങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നെ മാത്രം എന്താ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നല്ല വിചാരിക്കേണ്ടത്. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇതിനേക്കാളും വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളിലൂടെയുമാണ് അവരൊക്കെ കടന്നു പോയത്. അങ്ങനെയാണ് അവരൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അർഹരായത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. മത്താ നസ്റുല്ലാഹ്, അള്ളാഹിൻ്റെ സഹായം എപ്പോഴാണ് എന്നവരൊക്കെ പറഞ്ഞു പോയി. പക്ഷേ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹിൻ്റെ സഹായം വളരെ സമീപസ്ഥമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ നമ്മൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരുന്നുണ്ട്. പല ഭാഗങ്ങളിലും അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈമാനിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ആശ്വസിപ്പിക്കുന്നത്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം വളരെ സമീപസ്ഥമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ നമ്മൾ ഉറച്ച് പ്രതീക്ഷ ഉൾക്കൊള്ളുകയും എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് കൊണ്ട് അള്ളാഹു പറയുന്നത് യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവരെന്തൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരി ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ, നിങ്ങൾ എന്തൊക്കെ നന്മയായ എന്തൊക്കെയുണ്ടോ, നല്ലതായ എന്തൊക്കെയുണ്ടോ അതാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന സംഗതി ഏറ്റവും നല്ലതായിരിക്കണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ധർമ്മം ചെയ്യാതെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയുകയില്ല എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നല്ലത് ചെലവഴിക്കുക. നല്ലത് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് അത് നല്ല വഴിയിലൂടെ വന്നതായിരിക്കണം. മറ്റൊന്ന്, അത് കൊടുക്കുന്ന സാധനം ഏറ്റവും നല്ലതായിരിക്കണം. ഇനി ആർക്കൊക്കെ കൊടുക്കണം? ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ, നിങ്ങളുടെ സഹായത്തിന് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ. ഫലിൽ വാലിദൈൻ, ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ നമ്മുടെ അടുത്തുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവർക്ക് ഹിദ്മത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് മക്കളെന്ന നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മാത്രമല്ല, അത് നമ്മളോട് പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നൊരു സംഗതി കൂടിയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് തുടർന്ന് ഉടനെ തന്നെ അള്ളാഹു പറയുന്നത് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, പടച്ചവനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അള്ളാഹു പറയുന്നത് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ, നന്മ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളുടെ സഹായത്തിന് ഏറ്റവും ആദ്യമായി അതിന് അവകാശികളായിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നെ വൽ അഖ്റബീൻ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, വൽ യതാമ അനാഥകൾ, വൽ മസാക്കീൻ അഗതികളായിട്ടുള്ള ആളുകൾ, നമ്മളുമായി ഏറ്റവും അടുത്ത അനാഥകളായ കുട്ടികൾ, അതേപ്രകാരം തന്നെ അഗതികളായ ആളുകൾ, മിസ്കീനായ ആളുകൾ. അവർക്ക് ദാരിദ്ര്യമുണ്ട്, വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട്. പക്ഷേ അവരത് ആരെയും അഭിമാനമോർത്ത് ആരെയും അറിയിക്കാത്തവരാണ്. അതാണ് മിസ്കീൻ. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പ്രയാസമുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് ഖൈർ ചെയ്യുകയും അവരുടെ ആ പ്രയാസം നീക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയും വേണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വബിനിസ് സബീൽ, വഴിയാത്രക്കാരന്, ദൂരെ നിന്ന് ഏതോ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന്
തിരിച്ചു പോകാനൊന്നും പൈസയില്ല, മറ്റൊരു ചിലവുകൾക്കൊന്നും അയാളുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. സക്കാത്തിൻ്റെ അവകാശികളിലും ഇങ്ങനെയൊരു വിഭാഗം നമുക്ക് കാണാൻ കഴിയും. വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും അത് അള്ളാഹ്ക്കറിയാം. അതെന്ത് തൂക്കമാണെങ്കിലും അള്ളാഹു അതിനൊക്കെ പറ്റിയൊക്കെ അറിയുന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ വചനം അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഖൈറുകൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب دعوة